ചുട്ടുപൊള്ളുകയാണ് കേരളം, വിയർത്തൊലിക്കുകയാണ് ജനങ്ങൾ. ദിവസങ്ങളായി മാസങ്ങളായി കേരളത്തിൽ അതിചൂട് കഠിനമായിട്ട് തന്നെ തുടരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അത് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അത്യുഷ്ണത്തിൽ ജീവനുകൾ പൊലിയുകയും ചെയ്തു. ഇന്നു മാത്രം 2 പേരുടെ ജീവനുകളാണ് സൂര്യാഘാതമേറ്റ് പൊലിഞ്ഞിരിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നത്. പലയിടത്തും പുറത്തുപോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ജനങ്ങൾക്ക്. ഇതേറെ ബാധിക്കുന്നതാകട്ടെ സാധാരണക്കാരായ ജനങ്ങൾക്കാണ്. കാരണം തൊഴിൽ പോലും ഉച്ചസ്ഥായിയിൽ വെയിൽ നിൽക്കുന്ന സമയത്ത് എടുക്കാൻ കഴിയാത്ത ആ അവസ്ഥയിലേക്ക് എത്തുന്നു. വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് പോലും ജനങ്ങൾ എത്തുന്നില്ല. മഴ കണ്ടിട്ട് നാളേറെയായി എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതുവരെയും കേരളം കാണാത്തത്ര ഉഷ്ണതരംഗമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും പല ജില്ലകളിലായിട്ട് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉണ്ടാകുന്നു. അതിൽ വലയുകയും ചെയ്യുകയാണ് ജനങ്ങൾ. എന്തായാലും ഇതാണ് ഗ്രൗണ്ട് റിപ്പോർട്ടിൽ നമ്മൾ ചർച്ചയായിട്ട് എടുക്കുന്ന വിഷയം. വിവിധ ജില്ലകളിലെ ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം തലസ്ഥാനത്തെ ചൂടിൻ്റെ വാർത്തകൾ നൽകാനായിട്ട് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, തലസ്ഥാനത്ത് ഒരു സ്ഥലത്തു പോലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ചൂട് ഉച്ചസ്ഥായിയിലും. 4 ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒപ്പം ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പിനോട് അനുബന്ധിച്ച് തന്നെ ഇന്ന് മന്ത്രിതല യോഗവും നടന്നിട്ടുണ്ട്. ഈ യോഗത്തിൽ ഉയർന്നു വന്നത് എന്തൊക്കെയാണ്? ഏതൊക്കെ ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉള്ളത്? രജനി, തലസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാന വ്യാപകമായി ചൂട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് മുമ്പെങ്ങും ഉണ്ടായിട്ടല്ലാത്ത അത്രതരം ചൂടാണ് ഇന്ന് തലസ്ഥാനത്ത് ഈ സംസ്ഥാന വ്യാപകമായി അനുഭവപ്പെടുന്നത്. മാത്രമല്ല അസാമാന്യമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അതായത് ഈ ചൂട് കൂടിയ ഒരു എല്ലാ ജില്ലകളിലും 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂട് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി സംസ്ഥാനത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലൊരു യോഗം വിളിച്ചു ചേർത്തത്. ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ മറ്റ് ചീഫ് സെക്രട്ടറി അടക്കമുള്ള മന്ത്രിമാരടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ യോഗത്തിൽ ഉയർന്നു വന്നത് ഈ നിലവിലെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ മെയ് 6-ാം തീയതി വരെ, അതായത് മെയ് മാസം 6-ാം തീയതി വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. മാത്രമല്ല സമ്മർ ക്ലാസുകൾ അടക്കം നിരോധിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് അതുപോലെ തന്നെ പ്രൊഫഷണൽ സ്കൂൾ കോളേജ് വിദ്യാലയങ്ങൾക്കെല്ലാം ഇത് ബാധകമാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂട് കൂടിയ മേഖലകളിലെല്ലാം അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പരിശീലനങ്ങളൊന്നും നടത്താൻ പാടില്ല എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതായത് വിവിധ സേനാ വിഭാഗങ്ങളുടെയും അതുപോലെ തന്നെ ഈ വെയിലത്ത് നിന്നുകൊണ്ട് പരിശീലനം നടത്തുന്ന കായിക പരിശീലനമാവട്ടെ, മറ്റ് സേനാ വിഭാഗങ്ങൾ NCC അതുപോലെ തന്നെ NSS അടക്കമുള്ള മറ്റ് സേനാ വിഭാഗങ്ങളുടെ പരിശീലനങ്ങളും നടത്തുവാൻ പാടില്ല എന്നൊരു നിർദ്ദേശവും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് മറ്റ് സേനാ വിഭാഗങ്ങൾക്കെല്ലാം ഒരു ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജാഗ്രത ഒരിക്കലും കൈവിടാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടി ഇതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. മറ്റൊന്ന്, മഴക്കാലപൂർവ്വ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും ഈ അവലോകന യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ മെയ് മാസം 6-ാം തീയതി വരെയാണ് നിലവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനുശേഷം മഴ കാലവർഷം ശക്തി പ്രാപിക്കുമോ അല്ലെങ്കിൽ കാലവർഷത്തിൻ്റെ ഗതി അനുസരിച്ചായിരിക്കും ഇനിയുള്ള തുടർന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നാണ് ഇപ്പോൾ ഈ യോഗത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അസാമാന്യ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ജാഗ്രത എല്ലാവരും പാലിക്കണമെന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്ന് 4 ജില്ലകൾക്കാണ് ഉഷ്ണതരംഗത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം പാലക്കാട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഉഷ്ണതരംഗത്തിൻ്റെ പിടിയിലാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകൾക്കെല്ലാം ഉഷ്ണതരംഗത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ജില്ലകൾ എല്ലാം അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കിടപ്പ് രോഗികൾ അതുപോലെ തന്നെ ഗർഭിണികൾ അടക്കമുള്ള സ്കൂൾ കുട്ടികൾ, വിദ്യാർത്ഥികൾ അടക്കമുള്ള കുട്ടികളടക്കമുള്ളവരെല്ലാവരും ഇത്തരത്തിൽ ഈ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിനുശേഷം, അതായത് ഈ കാലാവസ്ഥാ മാറ്റത്തിന് ശേഷം മാത്രമേ പുതിയ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് ഈ യോഗത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത
ജാഗ്രത തന്നെ പാലിക്കണമെന്നൊരു നിർദ്ദേശവും പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല ഒരു കാരണവശാലും ഉപേക്ഷ വിചാരിക്കുവാൻ പാടില്ല, ഇത്തരത്തിൽ ആ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടൊരു നടപടിയിലേക്ക് കടക്കുവാൻ പാടില്ല എന്നും ഈ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന യോഗത്തിൽ നിർദ്ദേശമായി വരികയും ഒക്കെ ഉണ്ടായി. എന്തായാലും വലിയ സാഹചര്യം, അസാമാന്യ സാഹചര്യമാണ് സംസ്ഥാനത്തുടനീളം നിലവിലുള്ളത്. ചൂട് കനക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ചില ജില്ലകളിൽ, ഏതാനും ചില ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയെങ്കിൽ പോലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഉള്ള മഴ മാത്രമാണ് ലഭിച്ചത്. ഈ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ലഭിച്ച മഴ ചൂടിൻ്റെ ശമനത്തിന് കാരണമായിട്ടുമില്ല. ചിലയിടങ്ങളിൽ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. മലയോര മേഖലകൾ അതുപോലെ തന്നെ ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം ഈ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം വയനാട്, അതുപോലെ തന്നെ മൂന്നാർ പ്രദേശങ്ങൾ, ഇടുക്കി ജില്ലയിലെ ഉയർന്ന മേഖലകൾ, മലയോര മേഖലകളിലെല്ലാം 35 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂട് ഉയർന്നു. അതായത് സാധാരണഗതിയിൽ നിന്നും 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില ഉയരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഈ എല്ലാ ജില്ലകൾക്കും ഒരു ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പൊതുവിൽ ഉഷ്ണ തരംഗത്തിൻ്റെ സാധ്യത പറയുന്നത് പാലക്കാട് ജില്ലയാണ്. നേരത്തെ തന്നെ പാലക്കാട് ജില്ല പറഞ്ഞതാണ്. അതുപോലെ തന്നെ ആലപ്പുഴ, കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകൾക്കാണ് ഇത്തരത്തിലൊരു നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. മാത്രമല്ല മറ്റ് യോഗത്തിൽ ഉയർന്നു വന്ന നിർദ്ദേശം എന്ന് പറയുന്നത് മഴക്കാലപൂർവ്വ രോഗങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ശുചീകരണങ്ങൾക്ക് യാതൊരു മടിയും കാണിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതായത് ഈ ഉഷ്ണ തരംഗം നിലനിൽക്കുന്നതാണ്, ചൂട് നിലനിൽക്കുകയാണ്. അതിന് ശേഷം കടുത്ത ഒരു മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഒരു അറിയിപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ നിർത്തിക്കൊണ്ട് ഓടകൾ, അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കുവാനുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിന് ബന്ധപ്പെട്ട ജില്ലകളുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ, ആ ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രിമാർക്കും അതുപോലെ തന്നെ കളക്ടർമാർക്കും ഇതിൻ്റെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു നീക്കങ്ങളും നടത്തണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ചൂട് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് ഇതെല്ലാം മുന്നിൽ കൊണ്ടുകൊണ്ടൊരു ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. രജനി.